പിന്നെ ഇവൻ ജനിച്ച കാര്യം തൊട്ടുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ കാര്യം പറയാനാണ്. എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ ഒരു തമിഴ്നാട്ടുകാരനാണ്, അമ്മ മലയാളിയാണ്. ഇവിടെ ചാലക്കുടിയിൽ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം. അച്ഛൻ തിരുച്ചെന്തൂരാണ് അച്ഛൻ്റെ സ്ഥലം. മുരുകൻ്റെ ഒരു അമ്പലമുണ്ട്, അത് കേട്ടിട്ടുണ്ടാവും. അതാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥലം. പക്ഷെ ആൾക്ക് നന്നായി മലയാളമൊക്കെ അറിയാം. എൻ്റെ അച്ഛനും ജനിച്ചത് ഇവിടെ കൊച്ചിയിലാണ്. അവരിവിടെ വന്ന് താമസിച്ച് അങ്ങനെ സെറ്റിലായിരിക്കണതാണ്. അപ്പം അതെന്താ ഞാൻ പറയണതെന്ന് വെച്ചാൽ, കാരണം ഇവനെ ഞാൻ പ്രസവിച്ചത് തമിഴ്നാട്ടിലാണ്. ഇവൻ്റെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇവൻ്റെ കാര്യങ്ങൾ സ്കാനിങ് ഒക്കെ ചെയ്തത് ഇവിടെ ചാലക്കുടിയിലാണ്. 7 മാസം വരെ. 7 മാസം ആയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു. ആൾക്ക് തൈറോയിഡ് ക്യാൻസർ വന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ തമിഴ്നാട്ടിലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ അമ്മായിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അവിടെ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട്, തിരുച്ചെന്തൂർ. അവിടെയാണ് ഇവനെ പ്രസവിച്ചത്. പ്രസവിച്ചപ്പോഴാണ് ഇവൻ്റെ പുറത്തൊരു മുഴയുള്ളത് അവർ കണ്ടത്. കാരണം നമുക്കറിയില്ല, വയറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് തൃശ്ശൂർ കൊണ്ടുപോകണ പോലെ ഇവനെ അവിടെ നിന്ന് തൂത്തുക്കുടിയിലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടേക്ക് ഇവനെ കൊണ്ടുപോയി. ഇവനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല, എനിക്ക് സിസേറിയനായിരുന്നു. അപ്പോൾ ഇങ്ങനെ മുഴ കണ്ട വശം ഇവർ കുട്ടീനെ എൻ്റെ അടുത്ത് കാണിച്ചില്ല. ഒന്ന് നോക്കാണ് മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്, കൊച്ചിനെ നോക്കാണെന്ന് പറഞ്ഞ് ഇവർ അപ്പം തന്നെ കൊണ്ടുപോയി. അപ്പോൾ കൊച്ച് മെഡിക്കൽ കോളേജിലും ഞാൻ വേറെ സ്ഥലത്തും അങ്ങനെ 4 ദിവസം തുടർന്നു. അപ്പോൾ അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എൻ്റെ വിഷമം. കാരണം നമ്മൾ ജനിച്ചിട്ട് കൊച്ചിനെ കണ്ടിട്ടില്ല. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൊച്ചിൻ്റെ പുറത്ത് ഇത്ര വലിയ മുഴയുണ്ട്, കൈയും കാലും വളഞ്ഞിട്ടാണ്, ഈ കൊച്ചിന് കിട്ടില്ല. പിന്നെ അവിടെയുള്ള ഒരു സിസ്റ്റർ നേഴ്സ് ആൾ പറയുന്നത്, നിങ്ങൾ വേറൊരു കുട്ടീനും കൂടി പ്രസവിച്ചോളൂ, ഈ കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ പറയണ്ടല്ലോ നമ്മുടെ അമ്മമാരുടെ കാര്യം എന്തോരം വിഷമാവും എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു കൊച്ചിനെ കിട്ടില്ല എന്ന് സിസ്റ്റർമാർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൊച്ചിനെ കാണണ്ട. കണ്ടിട്ട് നമ്മൾ എടുത്ത് കൊഞ്ചിച്ചിട്ട് നമ്മുടെ കൈ വിട്ട് കൊച്ചി പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കൊച്ചിനെ കാണാണ്ട് ഇരിക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് 4ാമത്തെ ദിവസം ഇവന് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടുന്ന് പേര് വെട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴും ഞാൻ കൊച്ചിനെ കാണാൻ എനിക്ക് പേടി, ഞാൻ പോയി കണ്ടില്ല. അങ്ങനെ 11 ദിവസം. എനിക്കിത് പറയുമ്പോൾ ഭയങ്കര വിഷമമാണ്, എൻ്റെ കണ്ണ് നിറയും. പക്ഷെ ഞാനത് ഇങ്ങനെ കാണിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ 11ാമത്തെ ദിവസമായപ്പോൾ അപ്പോൾ എനിക്ക് പകരം വേറൊരു എൻ്റെ അമ്മായും വേറൊരു ചേച്ചിയും ഒക്കെയാണ് കൊച്ചിനെ പോയി ICUയിൽ പോയിട്ടെല്ലാം ചെയ്താറുണ്ട്. എനിക്ക് പേടി, നമ്മൾ കണ്ടിട്ട് നമുക്കിത് വിഷമാവോ എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു തോന്നൽ തോന്നി, എന്തിനെ കാണാണ്ടിരിക്കുന്നത്, ഇത്രയും ദിവസം നമ്മൾ വയറ്റിൽ ഇട്ട് നടന്ന കുട്ടിയല്ലേ, അപ്പോൾ കാണാൻ പോയിട്ട്. എന്നിട്ട് ഒരു നിമിഷം 5 മിനിറ്റ് നമ്മുടെ കയ്യിലിരുന്നിട്ട് ആ കൊച്ചി പോണെങ്കിൽ പൊക്കോട്ടെ, അങ്ങനെ വിചാരിച്ച് ഒരു മനോധൈര്യത്തിൽ ഞാൻ കൊച്ചിനെ കാണാൻ പോയി. കണ്ട് അവൻ്റെ പാമ്പേഴ്സ് മാറ്റാനായിട്ട് ഞാൻ കാല് പൊക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് വലിയൊരു മുഴ. അത് മാറ്റി വന്നിട്ട് പുറത്ത് ഞാനൊരു 5-6 മണിക്കൂർ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ ആർക്ക് എന്ത് പാപം ചെയ്തു എൻ്റെ കൊച്ചിനെ വരാൻ. അങ്ങനെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. കുറേ നൊലോളിച്ചു. എന്തിട്ട് പറയാം, ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് കുറേ കരഞ്ഞു.
എന്നിട്ട് പറയാ, എന്നിട്ട് അവിടെ ഉള്ള അടിച്ചു വരാൻ വന്ന ചേച്ചിമാരും ചുറ്റിലുള്ളവരൊക്കെ പറഞ്ഞു, എന്തിനാ മോളിങ്ങനെ കരയല്ലേ, വല്ല അസുഖം പ്രസവിച്ച പെണ്ണല്ലേ ഇങ്ങനെ കരയല്ലേ എന്ന് കുറേ ഒരു അഡ്വൈസ് ചെയ്താൽ കൂടി നമുക്ക് അപ്പോഴത്തെ ആ ഒരു ഇത്. എന്നിട്ട് നമ്മൾ കിടക്കണ സ്ഥലത്ത് തന്നെ ഏറ്റവും വലിയൊരു മുഴ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതെനിക്ക്, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എൻ്റെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം ഇവന് MRI എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നു. ഇവൻ വളരെ കുഞ്ഞിതാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ നാളെ ഇടാം. അതുവരെ ബൈ ബൈ കൊടുത്തേ. ബൈ.